രാജേഷ് പറയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാങ്കേതികത്വമുണ്ട്. മസാല ബോണ്ടുകൾ എന്തിനു വേണ്ടി അങ്ങോട്ട് പോയി, എന്തിനാണ് അവിടെ ലിസ്റ്റ് ചെയ്തത്, ആഭ്യന്തര വിപണിയിൽ കൃത്യമായി തന്നെ കമ്പാരിറ്റീവ് കുറേ പലിശ കുറവാണ് താരതമ്യേന, എന്തിനും പിന്നെ അങ്ങോട്ട് പോയി, ഈ 5 വർഷത്തെ പലിശ നിരക്ക്, ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന ഈ ഒരു ഡീലിൽ എങ്ങനെ വിലയിരുത്താം? ഈ ഡീല് താങ്കൾ പറഞ്ഞത് തന്നെ വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം ഉയർന്ന പലിശയ്ക്ക് അവിടുന്ന് വാങ്ങിയിട്ട് ഈ പണം അവർക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിലാണ് പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ ഡെപ്പോസിറ്റായിട്ട് ഇട്ടത്. അപ്പോൾ ഇവിടെ അവർ കൊടുക്കുന്ന പലിശയെക്കാട്ടിലും കുറഞ്ഞ പലിശയിലാണ് ഈ പണം ഒരുപാട് കാലം ഉപയോഗിച്ചത്. അങ്ങനെ വലിയൊരു വൻ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ 2019 ഏകദേശം 2100 ചില്ലാൻ രൂപയാണ് ക്രോർസ് ഇവർ വാങ്ങിച്ചത്. അതിലിപ്പോൾ ഒരു 448 കോടിയിലതാണ് ഇപ്പോൾ ഡൗട്ട്ഫുള്ളായിട്ട് വരുന്നത്. ഇതിപ്പോൾ ED ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയത് തന്നെ 2021 തുടങ്ങിയ അന്വേഷണമാണ്. അതിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്ന 4 വർഷത്തെ അന്വേഷണത്തിന് ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കുക ചെയ്തത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി EDയുടെ കീഴിലുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ കീഴിൽ വരുന്നതാണ്. അതിലൊരു ജുഡീഷ്യൽ മെമ്പറും 2 അംഗങ്ങളും ചേർന്നതാണ്. അവരിപ്പോൾ ED ഏതെങ്കിലും പ്രോപ്പർട്ടി പിടിച്ചെടുക്കുകയും അറ്റാച്ച് ചെയ്യുകയും അപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്തത് ശരിയാണ് എന്നൊക്കെ പറയുന്ന തൊട്ടിട്ടുള്ള നിരവധി അധികാരങ്ങളുള്ള ഒരു ബോഡി തന്നെയാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. അപ്പോൾ അവരുടെ നിലയിൽ നിന്നാണ് ഈ നോട്ടീസ് ഗവൺമെൻറ്റിന് വന്നിരിക്കുന്നത്. അത് ഈ നോട്ടീസിൽ 4 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനം മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ. ഈ ലോൺ എടുക്കുമ്പോഴും അത് കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ്. മറ്റു വൈസ് എന്നുള്ള നിലയ്ക്ക് ധനമന്ത്രിക്ക് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടി, അദ്ദേഹം ഹൈക്കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. ആ കേസ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണം റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ഫെമ നിയമത്തിൻ്റെ ആക്ടിൽ കൃത്യമായിട്ട് അത് നിർവചിച്ചിട്ടുണ്ട്. എന്തെല്ലാം ചില റിയൽ എസ്റ്റേറ്റുകളിലേക്കൊക്കെ പറ്റും. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കുന്ന മേഖലകളിൽ തീർച്ചയായിട്ടും ഈ ഇത്തരം കളക്ട് ചെയ്യുന്ന മണി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിനെ വകവയ്ക്കാതെ റിയൽ എസ്റ്റേറ്റിലോട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ധനമന്ത്രി ഇന്ന് നോട്ടീസ് അയച്ച 2ാമത്തെ പ്രമുഖൻ തോമസ് ഐസക്, മുൻ ധനമന്ത്രി, ഒരു വിശാലമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അതിൽ പറയുന്നത്, ഇപ്പം അങ്ങ് ചോദിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം നൽകുന്നത്. ഭൂമി ഏറ്റെടുക്കലും ഭൂമി വാങ്ങലും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും 2 വ്യത്യസ്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലാൻഡ് പർച്ചേസ് എന്നത് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് പ്രകാരമോ അനുബന്ധ നിയമങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ്. അതേസമയം ലാൻഡ് അക്വിസിഷൻ എന്നത് ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരമാണ്. നിങ്ങൾ വാങ്ങുന്ന ഭൂമി മറിച്ചു വിൽക്കാം, ഊഹക്കച്ചവടത്തിന് ഉപയോഗിക്കാം. എന്നാൽ അക്വയർ ചെയ്യുന്ന ഭൂമി എന്താവശ്യത്തിനാണോ ഏറ്റെടുക്കുന്നത് അതിനെ ഉപയോഗിക്കാനാകും, ഊഹക്കച്ചവടത്തിന് ഉപയോഗിക്കാനാവില്ല. ഫെമ നിയമത്തിൽ ഭൂമി വാങ്ങുന്നതിന് വിദേശ പണം ഉപയോഗിക്കുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഊഹക്കച്ചവടം തടയുന്നതിനാണ്. ചുരുക്കത്തിൽ ED മേൽപ്പറഞ്ഞ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് ഊഹക്കച്ചവടത്തിനാണെന്നാണ് വാദിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്? ഇത് ഒരു താത്വികമായ വിലയിരുത്തൽ കൂടിയുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതികരണങ്ങളും നമുക്ക് അറിയാമല്ലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറയാം. പക്ഷേ ഇതെങ്ങനെ സാധൂകരിക്കപ്പെടും? ഇത് ഫെമ നിയമത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരൊക്കെ ഭൂമി വാങ്ങിക്കാൻ പറ്റും, എന്തെല്ലാം പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ഒരു റെൻ്റൽ ഇതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവദനീയമായിട്ടുണ്ട്. അതേമാതിരി NRIക്ക് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഫുൾ സ്റ്റാറ്റസ് ഉള്ള ഇന്ത്യൻ PIO എന്നൊക്കെ പറയുന്നത്, അതേമാതിരി ഉള്ള ആളുകൾക്കൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഫെമ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ടല്ലോ. ഇദ്ദേഹം ആ നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്ത രീതി പറയുമ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ അവാഹമില്ല എന്ന് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൽ കൃത്യമായ ഇതിൻ്റെ ഹോൾ ഹിസ്റ്ററിയും കേസും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ വായിച്ചു നോക്കിയെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ 100% വയലേഷൻ നടന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്
ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കാവുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നേരിട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് റെപ്രസെൻറ്റേഷൻ ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് കോർട്ടിൽ പോയിട്ട് ഇത് ചലഞ്ച് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ രീതിയിലാണ് ഈ വസ്തുതകളെന്ന് എനിക്ക് അവർക്ക് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത്രയും വർഷങ്ങളോളം എടുത്തിട്ട് ED കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഡിസ്ക്ലോഷറായിട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു. അത് ഈ രീതിയിൽ ഇതിൻ്റെ മുഴുവൻ ഡിസ്ക്ലോഷർ വന്നിട്ടില്ല. തീർച്ചയായും.